അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അങ്ങനെ ഒമാനിൽ മീറ്റിംഗ് അസൈബ അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുതിയ പ്രോജക്റ്റിൻ്റെ മീറ്റിങ്ങിന് പോയതാണ്. അങ്ങനെ തിരിച്ച് മൊബൈലിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളും ഓരോ കൾച്ചറും ഓരോ എക്സ്പീരിയൻസും ഓരോ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പലതും ഡിസ്കസ് ചെയ്തിട്ടിങ്ങനെ യാത്ര ചെയ്യാം. യാത്രയിലുള്ള മടുപ്പുകൾ ഒഴിവാക്കാം. ഇപ്പോൾ മൊബൈലിൽ നിന്ന് സോഹാറിൽ പോവുകയാണെങ്കിൽ 2 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്നേരം കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരം 5 മണി പോലത്തെ സമയത്താണ് പോകാൻ. അവിടെ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ഇൻറ്റീരിയറും സൈൻ ബോർഡ് ഏകദേശം കഴിഞ്ഞ്. അപ്പോൾ തിരിച്ച് സൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരു 4 മണി 5 മണിയെല്ലാം ആവും ചിലപ്പോൾ. അപ്പോൾ നല്ല സൂര്യൻ ഉദിച്ച് വരുന്ന കാഴ്ചകളെല്ലാം ആ ഒരു 2 മണിക്കൂർ യാത്രക്കുള്ളിൽ കാണാൻ നല്ല നമ്മുടെ ജീവിതത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങളാണ്. ചില ആളുകൾ ആ സമയത്തൊക്കെ ഉറങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പലതും ചെയ്യുന്നതായിരിക്കും. ആ സമയത്തുള്ള യാത്ര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ പലതും യാത്രയിൽ നമുക്ക് സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് യാത്ര ചെയ്യുമ്പോഴാണ് പലതും പഠിക്കാനും അറിയാനും ഒക്കെ പറ്റാമെന്ന് പറഞ്ഞ പോലെ ഒമാനിലുള്ള റോഡുകളിലുള്ള വണ്ടികൾ പോകുന്നതും അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ എയർപോർട്ട് നിയറസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് ഒമാൻ നല്ല സ്ഥലമാണ്. അതായത് സൈലൻ്റായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് നല്ല സ്ഥലമാണ്. പിന്നെ യാത്രകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കാനും ഡ്രൈവ് ചെയ്യാനെല്ലാം തയ്യാറായിട്ടുള്ള ആളുകൾക്കും നല്ല ചാൻസും എല്ലാം ഉള്ള സ്ഥലം തന്നെയാണ്. പേയ്മെൻറ്റ് കാര്യത്തിലെല്ലാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ബിസിനസ് ചെയ്യാൻ. പരിചയമുള്ള ആൾക്കാരായാലും പുതിയ പരിചയപ്പെടുന്ന ആളുകളായാലും ഒക്കെ പൈസൻ്റെ ആ ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത് വർക്ക് തന്ന ആൾക്കും വർക്ക് ചെയ്ത ആൾക്കും പ്രയാസം വരാത്ത രീതിയിലെല്ലാം ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. പിന്നെ അൽഹംദുലില്ലാ നേരത്തെ വീഡിയോയിൽ എൻ്റെ ഫേസായിരുന്നു വലിങ്ങനെ കാണുന്നത്. ഈ വീഡിയോ ഞാൻ എൻ്റെ മോഡ് മാറ്റി ഈ സ്ഥലങ്ങൾ വലിങ്ങനെ കാണുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലേക്കുള്ള വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ആ സമയത്തുള്ള പലതരത്തിലുള്ള ലൈവ് കാഴ്ചകൾ ഇങ്ങനെ കാണാനും. ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ട, ഇത് മരുഭൂമിയാണ്. ഈ മരുഭൂമിയിലാണ് ഈ മരങ്ങളും ഈ പുല്ലുകളും ചെടികളും ഒക്കെ. ഇതൊക്കെ എത്ര നമ്മളെ നാട്ടിലൊക്കെ കാടുകൾ കൊത്തി നിരപ്പാക്കുന്ന, ഇവിടെ നേരെ തിരിച്ച് കാടുകൾ വെച്ച് പിടിപ്പിക്കുന്ന കണ്ണിനത്ര കുളിർമയുള്ള കാഴ്ചകളാണെന്നറിയോ പച്ചപ്പ്. നമ്മുടെ നാട്ടിൽ തന്നെ പോയി കഴിഞ്ഞാൽ ആ ഒരു പച്ച ഇലകളും ചെടികളും കാടുകളും അരുവികളും പുഴയും എല്ലാം കാണുന്ന സമയത്തുള്ള ഇവിടെ കാലാവസ്ഥ ഒമാനിലായാലും UAE, ഖത്തർ, സൗദിയിലെടുത്തും നല്ല ചൂടാണല്ലോ. സത്യം നമ്മുടെ നാട്ടിലാണെങ്കിൽ മഴ, അതേപോലെ നല്ല കാലാവസ്ഥ, ഇതൊക്കെയാണ് നാട്ടിലുള്ള ഗുണങ്ങൾ. അപ്പോൾ ഇവിടെ കാണേണ്ട കാഴ്ചകൾ നോക്കിയാൽ ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ
എത്ര ചെലവുകളുണ്ട്. ഈ രീതിയിൽ മരം വെക്കാനും അതിനെ നല്ല രീതിയിൽ നോക്കാനും ഈ ചൂടുള്ള സമയത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കൊടുത്ത് അതിനെ കെയർ ചെയ്യുന്ന നല്ലൊരു ചെലവ് തന്നെ അതിൻ്റെ പിന്നിലുണ്ട്. സലാലനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ, നമുക്ക് അറിയുന്ന കാര്യമല്ല. ഉള്ള വീഡിയോ മസ്കത്ത് എയർപോർട്ട് ഏരിയയിൽ നിന്ന് മൊബൈൽ പോകുന്ന റൂട്ടിലുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. എയർപോർട്ട് നിയറസ്റ്റ് ഏരിയ ആണ്. ഇവിടെയുള്ള നമ്പർ പ്ലേറ്റുകളൊക്കെ മഞ്ഞ കളറാണ്. നമ്മുടെ നാട്ടിൽ ടാക്സിൻ്റെ ആണെന്ന് തോന്നുന്നു മഞ്ഞ കളറുണ്ടാകും. ഇവിടെ നമ്പർ പ്ലേറ്റുകൾ മഞ്ഞ കളറാണ്. ഈ റെഡ് കളറിൽ കാണുന്ന നമ്പർ പ്ലേറ്റ് അത് ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്യുന്ന വണ്ടിൻ്റെ ഒരു നമ്പർ പ്ലേറ്റാണ്. അതുപോലെ ടാക്സിക്കും റെൻ്റ് കാറിനൊക്കെ റെഡ് കളറിലുള്ള നമ്പർ പ്ലേറ്റാണ് ഉണ്ടാവുക. മറ്റേ യെല്ലോ കളർ ബോർഡ് പേഴ്സണലാണ്. പേഴ്സണലാകുമ്പോൾ അതിന് കുറച്ച് എക്സ്പെൻസ് എന്തോ കുറവുണ്ട് അതിൻ്റെ പേയ്മെൻറ്റിലും കാര്യങ്ങൾക്കൊക്കെ. നിസ്വ സലാല പോകണമെങ്കിൽ റൈറ്റ് എക്സിറ്റ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണ്ടല്ലോ, ഒരു ദിവസം പോകണം ഇൻഷാ അല്ലാഹ്. ഞാനിപ്പോൾ ഫാമിലിനെ നാട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്നതാണ്. ഫാമിലിയുടെ സമയത്ത് ഈ കഴിഞ്ഞ പെരുന്നാളിൻ്റെ സമയത്ത് സലാല പോയിട്ട് വന്നതാണ്. അത് മിത്സുബിഷി മിറാജ് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയിൽ. ആ വണ്ടി ലോങ് റൂട്ടിലെല്ലാം പോകുന്ന സമയത്ത് വലിയ ശ്രദ്ധിക്കേണ്ട, കാരണം ചെറിയൊരു ഇതിലുള്ള വണ്ടിയാണല്ലോ. പക്ഷേ അൽഹംദുലില്ലാ നല്ല നോക്കിയടിയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ആവാണ്ട് പോകാനും വരാനൊരു പറ്റി. രാത്രി പോകുന്ന വഴിക്ക് ചെറിയ കാറ്റും പൊടിപാറലെല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളൊരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തിയ സമയത്ത് അവർ പറഞ്ഞ് ഇവിടെ ഈ സമയത്ത് രാത്രി നല്ല കാറ്റാണ്, പൊടി പാറി, റോഡെല്ലാം ശരിക്കും ശ്രദ്ധിച്ചിട്ട് പോകേണ്ടതാണ്. സലാലയിൽ വണ്ടി എടുത്തിട്ട് പോകുന്നത് വളരെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പോകുന്ന ഡ്രൈവർ നല്ലോണം ഉറങ്ങണം. നല്ലോണം ഉറങ്ങിയിട്ട് യാത്രക്ക് വേണ്ടി റെഡിയാകുന്ന ലെവലിലേക്ക് ആയിരിക്കണം. രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും. കാരണം കണ്ടിന്യൂ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉറക്കം വരുമല്ലോ. ഞാൻ ആ സമയത്ത് പോയത് വൈകുന്നേരം ഒരു 6 മണിക്കാണ് ഇവിടുന്ന് പോയതാണ് എൻ്റെ ഒരു ഓർമ്മ. 6 or 7 മണിക്കാണ്. അപ്പോൾ ഇവിടെ മസ്കത്തുനിന്ന് വിടുന്ന സമയത്തുള്ള പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ, മീൻസ് സ്ഥലങ്ങൾ കാണാൻ പറ്റും. പിന്നെ സലാല റോഡ് കയറിക്കഴിഞ്ഞാൽ അധികവും 2 ഭാഗത്ത് പൂവിയുള്ള സെൻട്രൽ റോഡുള്ള ഒരു റോഡാണ്. അങ്ങനെ ആദ്യമൊക്കെ ഡബിൾ റോഡാണ്. പിന്നെ സിംഗിൾ റോഡിൽ തന്നെ 2 വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒരു 11 മണിക്ക് ശേഷമുള്ള ഓട്ടത്തിൽ 12 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് അങ്ങനെ റോഡിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ആളുകൾ, സ്ഥിരം പോകുന്ന ആളുകൾക്ക് കുഴപ്പമൊന്നുമില്ല. ആദ്യമായിട്ട് പോകുന്ന ആളുകൾക്കൊക്കെ, ചില ആളുകൾ നല്ല സ്പീഡിലൊക്കെ വണ്ടി, കാരണം ദുബൈയിൽ നിന്നും മറ്റുള്ള രാജ്യത്തു നിന്നൊക്കെ വന്നിട്ട് പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകണ്ടേ, എന്തെല്ലാം പോലത്തെ തിരക്കുള്ള പോലത്തെ ആൾക്കാരെല്ലാം പോവുകയോ അല്ലെങ്കിൽ വരികയോ ചെയ്യുന്ന ആ ഒരു സ്പീഡ് പെട്ടെന്ന് ഓടിയെത്താനും ഉള്ള പോലത്തെ ഉള്ള. അപ്പോൾ അതൊക്കെ നമ്മളെ വണ്ടി പതുക്കെ പോകുമ്പോഴും അത്തരം മറ്റുള്ള യാത്രക്കാരുടെ ഏത് തരത്തിലുള്ള പോക്കാണെന്ന് നമുക്കറിയാലോ. നമ്മൾ ഉറങ്ങാതെ വണ്ടി ഓടിച്ചാലും
വരുന്ന വണ്ടി ഉറങ്ങിപ്പോയാലും പ്രശ്നമാണ്. അതൊക്കെ യാത്രയുടെ ഒരു ഭാഗമാണ്. ഒക്കെ ശ്രദ്ധിച്ച് ഒരു പരിധി വരെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, അതിനപ്പുറത്ത് ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ ചില ആളുകളൊക്കെ വണ്ടി ഇവിടെ ട്രക്കിൽ കൊടുക്കും, അവിടെ സലാല ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവർ ബസ്സിലേക്ക് പോകും. ബസ്സിൽ ഒരാൾക്ക് എത്ര 10-15 റിയാലോ എത്ര അറിയില്ല. കുറേ മുമ്പ് ഒരു പ്രാവശ്യം ബസ്സിൽ പോയി, 2019-ലാന്ന് തോന്നുന്നു, 19 തുടക്കത്തിൽ. അപ്പോൾ സലാലിൽ പോകുന്നേരം വളരെ ശ്രദ്ധിക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഒമാനിലുണ്ട്. ആർക്കെങ്കിലും സലാലയിലൊക്കെ പോകണമെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം. ഞാൻ സലാല വരെ ഇവിടെ വരാം, സലാലയിലുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ ഫാമിലി നാട്ടിലായതുകൊണ്ട് ഞാനിപ്പോൾ ഫ്രീ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ആ പോകുന്ന സമയത്ത് എനിക്ക് സലാലയിൽ മീറ്റിങ്ങോ പ്രൊജക്റ്റോ എൻക്വയറീസോ ഉണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്യാം. വണ്ടി 6 സിലിണ്ടറാണ്, BMW 330i. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മൊബൈലിൽ നിന്ന് സോഹാറിലേക്ക് പോകാൻ മറ്റേ വണ്ടി സ്വിഫ്റ്റ് വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത് കുറച്ച് പെട്രോളാണ് വേണ്ടു. അത് 5 റിയാലിൻ്റെ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ സോഹാറിൽ പോയിട്ട്, അതായത് പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ ഒരു 6 റിയാൽ 7 റിയാലിൻ്റെ പെട്രോൾ വേണം. അതേ സ്ഥാനത്ത് ഈ BMW 330 പെട്രോള് അങ്ങോട്ടേക്ക് പോകാനും 4 റിയാലിൻ്റെ പെട്രോൾ, തിരിച്ചു വരാൻ 8 റിയാൽ 9 റിയാലിൻ്റെ പെട്രോൾ വേണം പോയിട്ട് തിരിച്ചു വരാൻ. അത് 1-2 റിയാലിൻ്റെ വ്യത്യാസം പെട്രോൾ. അപ്പോൾ സലാലയിലേക്ക് പോവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 25 റിയാലിൻ്റെ പെട്രോളാണ് അടിക്കേണ്ടതെങ്കിൽ BMWയിൽ 30 റിയാലിൻ്റെ പെട്രോൾ അടിക്കേണ്ടി വരും. 25 അടിക്കേണ്ടെങ്കിൽ. പിന്നെ അവിടെ നല്ല നമ്മൾ പോയ സമയത്ത് താമസിച്ചൊരു അക്കോമഡേഷൻ ഉണ്ട്. അവിടെ നല്ല ക്വാളിറ്റിയിൽ അവർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചെറിയൊരു എക്സ്പെൻസിൽ തന്നെ ഒരു 10 റിയാലായിട്ടാണ് ഓർമ്മ ചെയ്യുകയാണെങ്കിൽ 10-15 റിയാലിനുള്ളിലാണ് റൂമിന് വാങ്ങിച്ചത്. അതിലൊരു 10 റൂമുകളുണ്ടെന്ന് തോന്നുന്നു. അതൊരാൾ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു ഒമാനി, അയാൾ തന്നെ അത് അതിൻ്റെ ലോണ്ടറി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അയാളെ വണ്ടിയിലാക്കി കൊടുക്കുക. അങ്ങനെ ലൈറ്റുകളുണ്ട്. ആ സമയത്ത് ചെറിയ പരിചയമാണ്. അതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ സലാല പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ, ഒമാനിലുള്ള ആൾക്കാർക്കും എൻ്റെ നമ്പറിൽ വിളിക്കാം, 902-86903. സലാലയിൽ മാത്രമല്ല, ഒമാനിൽ എവിടെയായാലും. ഇനിയിപ്പോൾ UAE പോകണമെങ്കിൽ UAE പോവാം, സൗദിയിൽ പോകണമെങ്കിൽ സൗദിയിൽ പോവാം. വേൾഡിൽ എവിടെ വേണമെങ്കിലും പോകാനാണെങ്കിൽ ഞാനും വണ്ടിയും റെഡിയാണ്. ഓക്കെ. പക്ഷേ ബേസിൽ ദ പ്രൊജക്റ്റിനനുസരിച്ചിട്ട് എനിക്ക് ടൈമും മറ്റുള്ള കാര്യങ്ങളും പുതിയ മീറ്റിങ്ങും ഒക്കെ അറേഞ്ച് ചെയ്യണം. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, എനിക്കിപ്പോൾ സൗദിയിൽ പോകേണ്ട നല്ലൊരാൾ പോകണമെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ യാത്രയും കൂടി സൗദിയിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യും. പ്രൊജക്റ്റും വർക്കും മാർക്കറ്റിങ്ങും മീറ്റിങ്ങും ഒക്കെ. അപ്പോൾ മുൻകൂട്ടിയിട്ട് ഡേറ്റും ടൈമൊക്കെ നമുക്ക് ഏകദേശം ഡിസ്കസ് ചെയ്തിട്ട്, അല്ലാണ്ട് നാളെ സൗദിയിൽ പോകാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാലൊന്നും പറ്റുമെന്നില്ല. നാളെ സലാലയിൽ പോകാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. ഒക്കെ നമ്മളിങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ച് പിന്നെ സമയങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാനിങ്
അല്ലാതെ നാളെ ദുബായി പോകണം, മറ്റന്നാൾ സൗദിയിൽ പോകണം, അതിൻ്റെ പിറ്റേന്ന് ഖത്തറിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. എല്ലാത്ത പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള യാത്രകൾ നമുക്ക് ചെയ്യാം. ഫാമിലി ആയാലും കുഴപ്പമില്ല, ബാച്ചിലർ ആയാലും കുഴപ്പമില്ല, സിംഗിൾ ആയാലും കുഴപ്പമില്ല, നമുക്ക് യാത്ര ചെയ്യാം. ഇൻഷാ അല്ലാഹ് യാത്രയിലുള്ള നല്ല നല്ല കാഴ്ചകൾ നമുക്ക് ലോകത്ത് എത്തിക്കണം, എല്ലാ സ്ഥലത്തും. ഒമാനിലുള്ള റോഡ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ സെക്കൻഡ് വീഡിയോ ജസ്റ്റ് ഇങ്ങനെ. ഇന്നലെ ഞാൻ ഡേ ബൈ ഡേ നാട്ടിലൂടെയുള്ളൊരു ഹൈപ്പർ മാർക്കറ്റ്, അതായത് മസ്കത്ത് മാളിൻ്റെ മുമ്പിൽ അവിടെ പോയിട്ട് മൊബൈൽ ഫിക്സ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ്, അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ. നേരെ ഒരു മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടേനോ, ഒരു സ്റ്റാൻഡൊക്കെ വാങ്ങിച്ച് അതിൻ്റെ മുകളിലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള രീതിയിലെല്ലാം നോക്കണം കാര്യങ്ങൾ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും പറയാനും മനസ്സിലാക്കാനും കേൾക്കാനും, നമ്മൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ, അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഈ സ്ഥലത്തിൻ്റെ പേര് മൊബൈല BP എന്ന് പറയുന്നവർ. ഇവിടെ നിന്നാണ് ടാക്സികൾ കൂടുതലായിട്ട് കിട്ടാൻ ആൾക്കാർക്ക് ദുബൈയിലെ ഭാഗത്ത്. അത് ഒമാനിൻ്റെ ഉള്ളിൽ എവിടെ പോകണമെങ്കിലും മൊബൈൽ BP എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇവിടെ ഈ ഒരു മൊബൈൽ ഏരിയയിൽ ഇറങ്ങേണ്ട ഒരു ഏരിയ മൊബൈൽ BP. അതിൻ്റെ ഒരു റൗണ്ട് അബൌട്ട് ഇത് കുറച്ചും കൂടി അപ്പുറത്ത് പോകണം, അവിടെയാണ് മൊബൈൽ BP എന്ന് പറയുന്ന ഒരു സ്ഥലം വരുന്നത്. അവിടെയാണ് ടാക്സികളൊക്കെ കിട്ടാൻ. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറെ ടാക്സി കയറ്റുവാണ് ഈ മൊബൈൽ ഏരിയയിലുള്ള ഉള്ളോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വരാൻ. ഇപ്പോഴത്തെ ആളുകൾ ഡ്രൈവിംഗ് ലൈസൻസും വണ്ടിയൊന്നും ഇല്ലാത്ത ആളുകൾ അധികവും ടാക്സി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ബസ്സുകൾ വളരെ കുറവാണ്. ഉണ്ട്, ടൈമും കാര്യങ്ങളും എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന റോഡ് മെയിൻ റോഡാണിത്. അത് നേരെ പോയാലും ദുബായ് ബോർഡറിലേക്ക്, പിന്നെ അഗർ, ഷിനാസ്, അതിൻ്റെ അപ്പുറം ദുബായ് ബോർഡർ. 4 മണിക്കൂർ ഓടിയാൽ ദുബായ് ബോർഡറാണ് അവിടെ. പിന്നെ മീറ്റിംഗ് കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്ന വഴിയാണ്. സാധാരണ രാത്രി വർക്ക് സൈറ്റിൽ പോയതെല്ലാമാണെങ്കിൽ ഈ സമയത്തെല്ലാം റെസ്റ്റ് ആയിരിക്കും. 4 മണിക്ക് ശേഷം ഞാൻ അങ്ങനെ പുറത്തിറങ്ങാൻ. രാവിലെ 8 മണിക്കാണ് റൂമിലെത്താൻ. അന്നേരം പിന്നെ ഒരടക്കിൽ ഉറങ്ങി 100 സമയത്ത് ഏകദേശം എണീക്കാൻ. എന്നിട്ട് പോയിട്ട് സ്കെച്ച് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ചെറിയ റെസ്റ്റ് ഉണ്ടാവും. ഉറക്കല്ലെങ്കിൽ ചെറിയ റെസ്റ്റ്. അതായത് ഒരു 8 മണി, 9 മണി, 10 മണി, 11 മണി, 12 മണി. എനിക്ക് പറയാൻ ഒരു 4 മണിക്കൂർ 6 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള ഉറക്കമാണ്. സോഫാറിലുള്ള സൈറ്റ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ്. ഇനിയിപ്പോൾ പുതിയ പ്രൊജക്റ്റുകളെല്ലാം എൻക്വയറീസ് മീറ്റിംഗെല്ലാം ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഇൻറ്റീരിയർ ഡെക്കോർ, ബിൽഡിംഗ് മെയിൻ്റനൻസ്, സൈനേജസ് എല്ലാം എൻക്വയറീസ് ഉണ്ടെങ്കിൽ അറിയിക്കണം. നമ്മളെ പരിചയത്തിലൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നതും കച്ചവടം ചെയ്യുന്നതൊക്കെ ആൾക്കാർക്ക് അവരുള്ള കമ്പനികളിലോ അവർക്ക് പരിചയമുള്ള കമ്പനികളിലൊക്കെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം. സൈൻ ബോർഡുകളായാലും ഇൻറ്റീരിയർ ഡെക്കോറായാലും നല്ല നല്ല ഡ്രോയിങ്ങും ഡിസൈനൊക്കെ ആവശ്യമുണ്ടെങ്കിലൊക്കെ എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം. 90286903 വാട്സപ്പിൽ അവൈലബിൾ ആണ്. ഇവിടുത്തെ ഗ്യാസ് കൊണ്ടുവന്ന വണ്ടിയായത്. ഇത് റെസ്റ്റോറൻറ്റുകളിലേക്ക് കൂടുതൽ ഇത്തരം വലിയ സിലിണ്ടറുകളാണ് ഉപയോഗിക്കാൻ. അതാണ് ഇതിൽ കാണുന്നുണ്ടോ എന്നറിയില്ല.
താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഉള്ളൊരു വണ്ടിയാണ് BMW. ഇത് ഇൻഷാ അല്ലാഹ് ബിസിനസ്സും അതുമെല്ലാം അനുസരിച്ചിട്ട് കുറച്ചും കൂടി നല്ല നല്ല മോഡലെല്ലാം BMWൻ്റെയും നല്ല നല്ല വണ്ടികളിൽ ഉപയോഗിക്കണം ഇൻഷാ അല്ലാഹ്. യാത്രക്കൊക്കെ നല്ല സൗകര്യമുള്ള വണ്ടിയാണ് BMW. സിഗ്നൽ ഓഫായിട്ടുള്ള അൽക്കബായിലിൻ്റെ അടുത്തുള്ള അൽക്കബായിൽ ആണ് അവിടെ കാണുന്ന റൈറ്റ് സൈഡിലായിട്ട്. നമുക്ക് സിഗ്നലിൽ ലെഫ്റ്റ് പോകണം. ആ വരുന്ന റൗണ്ട് അബൌട്ട് റൈറ്റ് സൈഡിൻ്റെ അടുത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഉള്ള റൂം വരുന്നത്. ഒരു റൂം ഇപ്പോൾ ബദർസമ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടുണ്ട്. അത് ഞാൻ ഫാമിലി പോയ സമയത്ത് റീറെൻറ്റിന് കൊടുത്തായിരുന്നു. ഞാൻ നാട്ടിൽ പോയ സമയത്ത് അത് ഇപ്പോൾ അവർ തന്നെയുള്ളത് അവിടെ. ഇനിയിപ്പോൾ സോഹാറിലേക്ക് പ്രൊജക്റ്റ് കഴിയുന്നവരെ അക്കോമഡേഷൻ അങ്ങോട്ടേക്ക് മാറാമെന്നുള്ളതിലായിരുന്നു നോക്കിയത്. പക്ഷേ പിന്നീട് ഇവിടെയുള്ള പ്രൊജക്റ്റും വർക്കും എൻക്വയറി മീറ്റിംഗ് എല്ലാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളതിൽ, പിന്നെ സപ്ലൈസൊക്കെ അധികം ഇവിടെ ഉള്ള ഉപയോഗിക്കാമെന്നുള്ളതിൽ, ഇവിടെ ആ റൂം ഇവിടെ എല്ലാം അടുത്തായതുകൊണ്ട് എന്തെങ്കിലും ഫോളോ അപ്പം പോയി സംസാരിക്കലും കാര്യങ്ങൾക്കൊക്കെ എളുപ്പം ഇവിടെയാണല്ലോ. അതുകൊണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് ഒരു ട്രാൻസ്പോർട്ടേഷൻ അങ്ങോട്ടേക്ക് റെഡി ആയി കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചറിൻ്റെ മരങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് ഫിറ്റ് ചെയ്യാനുള്ള ലെവലിലേക്ക് ഏകദേശം റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നേരം ഒരു 1 ടൈം ട്രാൻസ്പോർട്ടേഷൻ അത് മതിയാവുന്നുള്ളതിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സാധാരണ സൈറ്റ് ബേസ് ചെയ്തിട്ട് ലൊക്കേഷൻ നിയറസ്റ്റ് ചെയ്യലാണ്. അപ്പം അങ്ങനെയെല്ലാമാണ് കാര്യങ്ങൾ. സിഗ്നൽ ഇനി ഓണായിട്ട് വേണം നമുക്ക് ലെഫ്റ്റ് പോകാൻ. ഇപ്പോൾ ഉള്ള സെക്കൻഡ് ട്രാക്കിലാണ്. സാധാരണ ലെഫ്റ്റ് സൈഡിലുള്ള ഫസ്റ്റ് ട്രാക്കിലാണ് ലെഫ്റ്റ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കൽ. പക്ഷെ യൂ ടേൺ അടിക്കുന്ന വണ്ടി ആയതുകൊണ്ട് വളരെ സ്ലോയിലാണ് ചിലപ്പോൾ ഈ ലെഫ്റ്റ് ട്രാക്ക് നീങ്ങാൻ. ഇവിടുത്തെ സിഗ്നൽ റെഡ് കാണിച്ച സിഗ്നൽ ഫസ്റ്റ് ഒരു ഓറഞ്ച് വരും, എന്നിട്ടാണ് ഗ്രീൻ സിഗ്നൽ വരാൻ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ ലെഫ്റ്റും കൂടി പോകാൻ പറ്റുന്നതുകൊണ്ട് നല്ലതാണ് സെക്കൻഡ് ട്രാക്കിൽ. ഇതാണ് ഇവിടുത്തെ ബസ്. ധനൂബ് ഹോമിൻ്റെ പരസ്യം സ്റ്റിക്കർ ഏകദേശം കംപ്ലൈൻറ്റ് വന്ന പോലെ ഇട്ടിട്ടുണ്ട്. ദുബൈയിലുള്ള സെയിം ബസ് തന്നെ. റോഡ് വർക്ക് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കടൽ വെള്ളം പരമാവധി വീടുകളിലുള്ള ചില ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിട്ട് ശുദ്ധവെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നത് കുറയ്ക്കൽ. എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒമാനിൽ ആ മേഖലയിൽ ഉണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്ട്. ഓക്കെ, അത് ഒമാനിൽ ചെറിയൊരു ഏരിയയിൽ സാമ്പിൾ ചെയ്ത് ഒമാൻ മൊത്തം ചെയ്തതിന് ശേഷം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൂടി അത് നമുക്കത് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള താല്പര്യമുണ്ട്. വാട്ടർ ലെവലിലേക്ക് കറക്റ്റ് ഓരോ ഏരിയയിലേക്ക് കടൽ വെള്ളം എത്തിച്ചിട്ട്, പിന്നെ വൈദ്യുതി ഉപയോഗിക്കുന്നതിൻ്റെ എല്ലാം പമ്പ് ചെയ്തിട്ട് എത്തിക്കുന്നതിനുള്ള പകരം ഉള്ള നല്ലൊരു പ്രൊജക്റ്റാണ് അത്. വന്നു കഴിഞ്ഞാൽ വരും തലമുറകൾക്ക് നല്ല, അതായത് ശുദ്ധജല യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടിങ്ങനെ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ പറ്റും. ഏകദേശം നമ്മളെ സ്ഥലം എത്താനായി. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് മസ്കത്ത് മൊബൈലിൻ്റെ അടുത്തുള്ള നെസ്റ്റോ. ആ നെസ്റ്റോ ആണ് ഇപ്പോൾ അടുത്ത് തീ പിടിച്ചത്. തീ പിടിച്ചതിന് ശേഷം അവിടെ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോറി,
സ്റ്റേഷൻ എത്താനായി. ഈ ഒരു ഏരിയയിലാണ് താമസിക്കുന്നത്. നല്ലൊരു ഏരിയ ആണ്. ഓക്കെ, എല്ലാ ഏരിയയും നല്ലതല്ല. ഈ പള്ളിയിൽ അധികവും നിസ്കാരത്തിന് പള്ളിയിലുണ്ടാകും. ഈ ഭാഗത്താണുള്ളതെങ്കിൽ നല്ലൊരു പള്ളി, നല്ലൊരു ഏരിയയും സ്ഥലമൊക്കെയാണ്. ഇവിടെ മരങ്ങളൊക്കെ ഇത് രസമായി. തണൽ, ഇത്ര വെയിലുള്ള ഈ ഒരു സമയത്ത് ഈ ഒരു ഏരിയയിൽ തണൽ കിട്ടുന്ന ലെവലിൽ ഇവിടെ വണ്ടി കയറ്റി വെക്കാൻ പറ്റുമോ? ലോണ്ടറിൻ്റെ മുമ്പാണ്. അവർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, കാരണം അവർക്ക് കസ്റ്റമറും വരാനുള്ളതൊക്കെ ആയിരിക്കുമല്ലോ. ഏതായാലും നമുക്ക് പള്ളിൻ്റെ മുമ്പിൽ തന്നെ പാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരുപാട് വീഡിയോസും ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അങ്ങനെ ഞാനുള്ള സമയം, ഞാനില്ലാത്ത സമയം അതൊക്കെ മിസ് ചെയ്യുന്ന ആളുകൾ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നോടൊപ്പം ഉള്ള ഒരു ഫീലിങ്സ് എൻ്റെ വീഡിയോയിൽ കിട്ടുമല്ലോ. അതായത് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് ഈ വണ്ടിയിൽ യാത്ര ചെയ്തിട്ട് അങ്ങനെ പോയത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾ കൂടി എൻ്റെ കൂടെ വന്ന പോലെ ആയല്ലോ. എന്തായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരണം. ഓക്കെ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ്. തൽക്കാലം അസ്സലാമു അലൈക്കും.